ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാനിന്ന് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സ്പൈസി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ചെയ്യുന്നത്. സ്പൈസി എന്ന് പറയുമ്പോൾ എല്ലാവിധ സ്പൈസസും ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് കറിയുടെ ആവശ്യമേ വരില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുഴിയുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് കുരുവില്ലാതെ പിഴിഞ്ഞെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് മസാല ആഡ് ചെയ്യുന്നില്ല. ഈസ്റ്റേണിൻ്റെ ചിക്കൻ ഫ്രൈ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാ സ്പൈസസും അതിൽ തന്നെ ഉണ്ട്. 6 ടേബിൾ സ്പൂൺ ചിക്കൻ ഫ്രൈ മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. മസാല കൂടിപ്പോകുമെന്ന് പേടിക്കേണ്ട. ഒരു ഫുൾ ചിക്കനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ഫ്രൈ മസാല തയ്യാറാക്കാം. ക്ലീൻ ചെയ്ത കോഴിയെ നമുക്ക് കത്തി വെച്ച് ആഴത്തിൽ വരഞ്ഞു കൊടുക്കാം. എന്നാലേ നമ്മുടെ ചിക്കൻ്റെ അകത്തേക്ക് മസാല നന്നായി പിടിക്കുകയുള്ളൂ. ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് കത്തിയോ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് മസാല കൈവച്ച് തേച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഉൾവശം തേച്ചതിന് ശേഷം കോഴിയെ തിരിച്ചിട്ട് ആദ്യം അടിഭാഗം തേച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കനിൽ മുകൾ ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ ചിക്കനിൽ നമ്മൾ നല്ലവണ്ണം മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് 4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കഴിയുമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പം ചിക്കനിൽ നന്നായി മസാല പിടിച്ചു കിട്ടും. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ എടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ തെറിക്കാതെ നോക്കണം. തിളച്ച എണ്ണയാകുമ്പോൾ പൊള്ളിപ്പോകാൻ ഇടയുണ്ട്. അങ്ങനെ ചിക്കൻ്റെ ഒരു ഭാഗം വേവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കട്ടിയുള്ള 2 ചട്ടുകങ്ങളോ തവയോ ഉപയോഗിച്ച് വേണം മറിച്ചിടാൻ. അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ എണ്ണയിൽ നിന്നും നമുക്ക് മാറ്റി ഒരു തട്ടിലേക്കോ സ്റ്റീൽ പ്ലേറ്റിലേക്കോ മാറ്റി കൊടുക്കാം. നമ്മുടെ ഫുൾ ചിക്കൻ ഒരു സ്റ്റീൽ തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മൊഞ്ചത്തി ചിക്കനെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുക്കുംബറും ക്യാരറ്റും ലെമണും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കന് ചുറ്റും വെച്ച് നമുക്കൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയോ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഡിലൻ ഫുൾ ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു കിഡിലൻ റെസിപ്പി വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.